നമസ്കാരം. RSSനെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് മോദിയുടെ വർഗീയ പരാമർശങ്ങൾ അണപൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് തോൽക്കുമെന്ന ഗതിയായപ്പോഴേക്കും കന്യാകുമാരിയിൽ ഇന്ന് തപസ്സിരിക്കാൻ ഒരുങ്ങുകയാണ് നരേന്ദ്രമോദി. ഏതാണ്ട് ഈ സമയം പുള്ളി തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആവേശമൊന്നും ഇപ്പോൾ നരേന്ദ്രമോദിക്കില്ല. തോൽക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കും തപസ് ചെയ്യാനും പുഷ്പാഞ്ജലി നടത്താനൊക്കെയാണ് മോദിയുടെ താല്പര്യങ്ങൾ. രാജ്യത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടി ചർച്ച ചെയ്യാനൊന്നും നരേന്ദ്രമോദിക്ക് ഒട്ടും താല്പര്യമില്ല. BJP ഒരു കുത്തഴിഞ്ഞ സഖ്യമാണെന്ന് അവർ തന്നെ ഓരോ തവണയും ജനങ്ങളെ പ്രബോധിപ്പിക്കുന്ന മാതിരിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. RSSനെ പോലും IA എന്ന് വിളിപ്പിക്കുന്ന രീതിയിലാണ് മോദി വർഗീയ പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് അദാനിയും അംബാനിയും ഒക്കെയാണ്. BJPക്ക് കോടിക്കണക്കിന് രൂപ ഇവർ നൽകിയിട്ടുമുണ്ട്. തോൽക്കുമെന്ന് ഉറപ്പായപ്പോഴേക്കും കോൺഗ്രസിന് ചാക്കിൽ പണം നൽകി എന്നാക്കി അതിനെ മാറ്റി നരേന്ദ്രമോദി. ഇന്ത്യൻ ജനത കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആൾദൈവമാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ മോദി ഇന്ത്യയിലെ ക്ഷേത്രങ്ങളൊക്കെ ചുറ്റിക്കറങ്ങുന്നത്. ഇന്ത്യക്ക് ബദൽ തീർക്കുന്നത് കൊണ്ടാണ് കേരളത്തെ BJPയെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. എന്നാലും മോദി, നിങ്ങളുടെ ഈ പറാട്ട നാടകം വടക്കും ഇനി ഭരിക്കില്ല. തെക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നും നടക്കാനും പോകുന്നില്ല. ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് തപസ്സിരുന്നാൽ ഒന്നും നിങ്ങൾക്ക് ഇന്ത്യൻ ജനതയെ നിങ്ങളുടെ കാൽച്ചുവട്ടിലിട്ട് അരയ്ക്കുവാൻ കഴിയില്ല. കാരണം ജനങ്ങൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം.